ഇന്നത്തെ കാലഘട്ടത്തിൽ വസ്ത്രത്തിലൊക്കെ വലിയ ധൂർത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാ. ഒരു ദിവസത്തേക്ക് വേണ്ടി 10,000 ചെലവാക്കുന്നവര്, വ്യത്യസ്ത കല്യാണങ്ങൾക്ക് വേണ്ടി വ്യത്യസ്ത രീതിയിൽ വസ്ത്രങ്ങൾ വാങ്ങിക്കൂട്ടുന്നവര്, ഒരു വീട്ടിൽ ധരിക്കുന്ന ചെരുപ്പിന്റെ എണ്ണം പോലും 4 പേരുള്ള വീട്ടിൽ 15 ജോഡി ചെരുപ്പിലധികവും അതിനേക്കാൾ 10 ജോഡിയിലധികം ഷൂസും വെക്കാൻ 4 റേക്കുമൊക്കെ വെക്കുമ്പോ അതൊരു പക്ഷേ നമുക്ക് പവറായിട്ട് തോന്നുന്നുണ്ടെങ്കിലും ഈ പറഞ്ഞത് എല്ലാം എടുത്ത് കത്തിച്ചു കളയണം, ഇനി ആരും ചെരുപ്പിട്ട് നടക്കരുത് എന്നെന്റെ വാക്കിനെ ദുർവ്യാഖ്യാനിക്കരുത്. പക്ഷെ ഇളാഅത്തുൽ മാൽ, പൈസ ചെലവാക്കി വാങ്ങിക്കൊണ്ടുവരുന്ന ഒരു പവറുണ്ടല്ലോ, അത് നമ്മളെ ദുസ്വഭാവമാ, അത് ഏറ്റവും മോശപ്പെട്ട സ്വഭാവമാ. അതിന് എത്രത്തോളം നമ്മളെ സ്വാധീനിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതിന്റെ നേർക്കാഴ്ചകളാ. ഇന്നാളുകൾക്ക് കിട്ടുന്നതൊന്നും തികയുന്നില്ല, വന്നതൊന്നും എവിടെ പോയി എന്നറിയുന്നില്ല. മാസം നല്ല വരവുണ്ട്, ഇതെവിടെ പോകുന്നതെന്ന് മനസ്സിലാവുന്നില്ല, എങ്ങനെ വന്നതാ അത് ചിന്തിക്കാൻ പറ്റുന്നില്ല. ഈ മാസം കിട്ടിയത് പോരാ, ഇന്ന് അവന് തന്നെ തോന്നിത്തുടങ്ങുന്നത് മാസാവസാനമാകുമ്പോഴേക്കും കിട്ടിയതൊക്കെ പൊതിച്ചു കളയുമ്പോൾ മാത്രമാണെങ്കിൽ ആർത്തി പിടിച്ച് പണമുണ്ടാക്കി അതിന്റെ പേരിൽ സ്റ്റാറ്റസ് ഉണ്ടാക്കി ചെലവാക്കുന്നതിൽ ഒരു വലിയ മനോഹരമായ ആവശ്യകത കാണിച്ച് നല്ലോണം കൊടുക്കുകയും നല്ലോണം ചെലവാക്കി ആളുകൾക്കൊക്കെ വാങ്ങിക്കൊടുക്കുകയും ചെയ്യുന്ന വലിയൊരു ശ്രേഷ്ഠന എന്ന് നാട്ടുകാർ പറയുമെങ്കിലും ധനം അന്യായമായി ചെലവാക്കിയവനും അള്ളാഹുവിന്റെ മുൻപിൽ ഏറ്റവും മോശപ്പെട്ട സ്വഭാവക്കാരൻ.